മെഷീനുകളുടെ ലേശം കൗതുകം നിറഞ്ഞ ലോകം. ഹലോ ബഡീസ്, ഇതിപ്പോ മനുഷ്യൻ ജോലി ചെയ്യുന്ന കാലമൊക്കെ മാറി മനുഷ്യനെ സഹായിക്കാനായി മെഷീൻസ് ജോലി ചെയ്യുന്ന കാലമാണല്ലേ? എന്നാൽ അല്ല, ആ കാലമൊക്കെ കഴിഞ്ഞിട്ട് കുറേയായി. ഇപ്പോ മെഷീൻ വരെ വർക്ക് ചെയ്യുന്നത് AI വെച്ചിട്ടാണ്. ഇങ്ങനെ ചെയ്താൽ മനുഷ്യരുടെയൊക്കെ ജോലി പോകുമോ ഗൈസ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കരുതുന്ന പോലെ അത്ര സിമ്പിൾ അല്ല കേട്ടോ ഓരോ മെഷീൻസും. എപ്പോഴും അതിൽ നമ്മൾ അറിയാത്ത ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിൽ ഓർത്തുകൊള്ളണം. നമ്പർ 19, റോബോട്ടും കൂട്ടരും. ഈ പോകുന്ന കുഞ്ഞനെ കണ്ടോ? സൈസ് ഇത്തിരി ചെറുതാണേലും ഇവന്റെ കയ്യിലിരിപ്പ് കുറച്ച് മോശമാണ്. വേറൊരു തരത്തിൽ നോക്കിയാൽ റോബോട്ടുകളുടെ കൂട്ടത്തിൽ കുറച്ച് സ്മാർട്ടായ AI കുഞ്ഞനാണിവൻ. ഇൻഡസ്ട്രികളിലും മറ്റുമായി ഇപ്പോൾ കാര്യങ്ങൾ എളുപ്പമാക്കാൻ ധാരാളം AI റോബോട്ടുകളെ ഉപയോഗിക്കുന്നുണ്ട്. അവയിലൊന്നാണ് ഈ കുട്ടിക്കുറുമ്പനും. എന്നാൽ രാവിലെ മുഴുവൻ നന്നായി ജോലിയെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ആശാൻ മനുഷ്യനെ പോലെ വീട്ടിൽ പോയാലോ എന്നൊരു തോന്നൽ. എന്നാൽ ഒറ്റയ്ക്ക് പോകാൻ ഒരു മടി. അതുകൊണ്ടെന്താ, മര്യാദയ്ക്കിരുന്ന കുറച്ച് റോബോട്ടുകളോട് പോയി വാ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ് മോട്ടിവേഷൻ കൊടുത്ത് എല്ലാവരെയും കൂട്ടി ആശാൻ ഒരു മുങ്ങലാണ്. ഓർക്കുക, ഒരു റോബോട്ടാണ് ഇത്തരത്തിൽ പെരുമാറാൻ തുടങ്ങിയത്. റോബോട്ടുകളും സ്വയം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എങ്ങനെ നന്നാവും? മനുഷ്യനെ കണ്ടല്ലേ പഠിക്കുന്നത്. നമ്പർ 18, ശക്തിമാൻ. ഇവനെ കണ്ടോ? കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. എന്നാൽ എന്തോ തകരാറ് കാരണം പുള്ളി ഔട്ട് ഓഫ് കൺട്രോൾ ആണിപ്പോൾ. അവിടെ നിന്ന ആളുകൾ പല ടൈപ്പ് പരിപാടി നോക്കിയിട്ടും ആൾക്ക് ഒരു കുലുക്കവുമില്ല. ഒടുവിൽ ഒരു തുണിയിട്ട് മൂടാൻ നോക്കി. പുള്ളി അതിലും നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കണ്ടില്ലേ, പഴയ ശക്തിമാൻ കറങ്ങുന്നത് പോലെയാണ് ഇവൻ നിന്ന് കറങ്ങുന്നത്. മിന്നൽ മുരളിയുടെയൊക്കെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ആകുമോ ഇവൻ ഇനി? നമ്പർ 17, ആത്മാർത്ഥതയുടെ നിറകുടം. അവസാന ശ്വാസം വരെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരു പാവപ്പെട്ട മെഷീനാണ് ഇനി വരാൻ പോകുന്നത്. ഈ വെള്ള പുതച്ച വാഷിംഗ് മെഷീൻ വെച്ചാണ് ഇവിടെ ഒരുത്തന്റെ എക്സ്പെരിമെന്റ്. നല്ലൊരു വാഷിംഗ് മെഷീനിൽ എന്തോ ഒരു വെയിറ്റ് ഉള്ള വസ്തുവിട്ട് അതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് അതിന് അരിശം വന്നത്. എന്നാലും അതിന്റെ ശ്വാസം നിലയ്ക്കുന്നതുവരെ അത് വർക്ക് ചെയ്തു. ഒടുവിൽ സ്വയം നശിച്ചു. കണ്ടു നിന്നവർക്ക് വാഷിംഗ് മെഷീൻ ബെല്ലി ഡാൻസ് കളിക്കുന്നതായൊക്കെ തോന്നും. കുറ്റം പറയാൻ പറ്റില്ല. അപ്പോ വാഷിംഗ് മെഷീനിനെ കൂടി ഒന്ന് സൂക്ഷിച്ചോ. വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഈ വാഷിംഗ് മെഷീനും നമുക്ക് ആപത്ത് വരുത്തി വെക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. നമ്പർ 16, തോന്നിവാസിയായ റെയിൽവേ ഗേറ്റ്. എവിടെയോ എന്തോ തകരാർ പോലെ. സാധാരണ ഗേറ്റ് ട്രെയിൻ പോയിട്ടല്ലേ തുറക്കേണ്ടത്? ഇതിപ്പോ ട്രെയിൻ പോകുമ്പോൾ തുറക്കുകയും ട്രെയിൻ പോയി കഴിയുമ്പോൾ അടയുകയുമാണല്ലോ ചെയ്യുന്നത്. ഇനി വണ്ടികൾ ട്രെയിനിനെ ഇടിക്കാതിരിക്കാനുള്ള പുതിയ സേഫ്റ്റി രീതി വല്ലതുമായിരിക്കും. എന്തെല്ലാം ടെക്നോളജി ആണല്ലേ. അത് ശരി, ഇത് അടയുന്നതും തുറക്കുന്നതുമല്ല, ഡാൻസ് കളിക്കുന്ന റെയിൽവേ ഗേറ്റ് ആണ്. തോന്നുമ്പോ പൊങ്ങും, തോന്നുമ്പോ താഴും. എന്തായാലും കൊള്ളാം. അവിടെയൊക്കെ വണ്ടി ഓടിക്കുന്നവരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് കഷ്ടം. റെയിൽവേ ക്രോസ് കടന്നു പോകുന്നവർ ഒന്ന് സൂക്ഷിച്ചു പോണേ. നമ്പർ 15, പറക്കാത്ത ഹെലികോപ്റ്റർ. സാധാരണ ഹെലികോപ്റ്റർ പൊങ്ങി പറക്കാനാണ് അതിന്റെ പ്രൊപ്പല്ലർ ഉപയോഗിക്കാറ്. എന്നാൽ ഇതിപ്പോ സ്വയം പൊളിക്കാനാണല്ലോ ഇവൻ ഉപയോഗിച്ചത്. നേരത്തെ കണ്ട വാഷിംഗ് മെഷീന്റെ സെയിം അവസ്ഥയാണ് ഈ ഹെലികോപ്റ്ററിനും ഉണ്ടായത്. പള്ളിപ്പെരുന്നാളിനെ കരഞ്ഞു വിളിച്ച് വാങ്ങുന്ന ഹെലികോപ്റ്റർ 2 ബാറ്ററി ഇട്ടാൽ ഇതിനേക്കാൾ നന്നായി പറഞ്ഞേനെ. ഇതിപ്പോ കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഹെലികോപ്റ്ററിന്റെ ഗതി ഇതാണെങ്കിൽ മറ്റേതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ട സമയത്ത് മെയിന്റനൻസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. 14, റോബോട്ടിന്റെ ഡിപ്രഷൻ. ആരും ഐസ്ക്രീം വാങ്ങാത്തതിന്റെ മൂഡ് ഓഫ് ആണെന്ന് തോന്നുന്നു പുള്ളിക്ക്. കണ്ടില്ലേ, തലയ്ക്കടി കിട്ടിയ പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാ പാവം. ചില മനുഷ്യർക്ക് ഡിപ്രഷൻ ആയാൽ ഇങ്ങനെയൊക്കെ ചെയ്തു പോകും. എന്നാൽ മനുഷ്യനാണേൽ ഉപദേശിച്ചോ മോട്ടിവേഷൻ കൊടുത്തോ ശരിയാക്കാമായിരുന്നു. ഇതിപ്പോ റോബോട്ടല്ലേ, എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കാനാ? വല്ല മോട്ടിവേഷനും കോഡിംഗ് ചെയ്ത് കൊടുത്ത് നോക്കാം. കൃത്യതയിൽ വന്ന പിഴവാണിതിന് കാരണം. ഒരു ലൈക്ക് അടിക്ക് മക്കളെ. നമ്പർ 13, ഒരു യമണ്ടൻ കാർ വാഷ്. വിദേശത്തും ഇപ്പോൾ ഇന്ത്യയിലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഓട്ടോമാറ്റിക് കാർ വാഷിംഗ്. എന്നാൽ ഇവയൊക്കെ എത്രത്തോളം സേഫ് ആണെന്നത് ഒരു ചോദ്യം തന്നെയാണ്. ഇത് കണ്ടോ, പുള്ളി ടൈം ലാഭിക്കാൻ കാർ വാഷിൽ പോയതാ. ഇപ്പോൾ ലാഭിക്കാൻ നോക്കിയ ടൈമിന്റെ ഇരട്ടി സമയം അവിടെ വേസ്റ്റ് ചെയ്യേണ്ടി വന്നു. കൂട്ടത്തിൽ കയ്യിലെ പൈസ പോകാനുള്ള ഒരു പണിയും കിട്ടി. കാര്യമായ എന്തോ തകരാറ് വന്ന മെഷീൻ ആ കാറിന്റെ ഗ്ലാസ് ഒക്കെ ഞെക്കി പൊട്ടിച്ചു. ജസ്റ്റ് മിസ്സിനാണ് അതിനുള്ളിലെ ഡ്രൈവർ രക്ഷപ്പെട്ടത്. കുറച്ചുകൂടി ഫോഴ്സ് കൊടുത്തിരുന്നേൽ ചിലപ്പോ അത് ഡ്രൈവർക്കും അപകടം ഉണ്ടാക്കിയേനെ. എന്തായാലും ഓണറിന് നല്ല പണി കിട്ടി. പിന്നെ ഡാഷ് ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് നഷ്ടപരിഹാരമൊക്കെ കിട്ടിയിട്ടുണ്ടാകും. എല്ലാവരും ഒരു ഡാഷ് ക്യാം വാങ്ങി കാറിൽ വെക്കണം കേട്ടോ. എപ്പോഴാ പണി വരുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ. 12,
നന്മമരം റോബോട്ട്. വീടിന്റെ ഗേറ്റ് തുറന്നു കിട്ടിയാൽ ഇറങ്ങി ഓടിക്കളയുന്ന നായക്കുട്ടന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ വന്ന് റോബോട്ടുകൾ വരെ ഈ ശീലം തുടങ്ങി. ദേ കണ്ടോ, വീട് വൃത്തിയാക്കാൻ ഏൽപ്പിച്ച ഒരു ഓട്ടോമാറ്റിക് വാക്യൂം ക്ലീനറാണിവൻ. ഡോറ് തുറന്ന തക്കം നോക്കി നാട് വൃത്തിയാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്ന് തീരുമെന്നറിയില്ല. ആശാൻ റോഡൊക്കെ വൃത്തിയാക്കി എങ്ങോട്ടേക്കോ കാര്യമായി തന്നെ പോകുന്നുണ്ട്. കാലം പോയാ പോക്കേ. നമ്പർ 11 തിരുമ്പി വന്നിട്ടേൻ. പോരാ സാർ, പവർ കുറച്ചുകൂടി വേണം. ഞാൻ പറഞ്ഞതല്ല, വേർപിരിയാൻ പറ്റാത്ത ആ മിസൈൽ പറഞ്ഞതാ. എവിടത്തേക്കോ തൊടുത്തു വിട്ട ഭീമൻ മിസൈലാണ്. എന്നാൽ എന്തോ തകരാറ് കാരണം എവിടെ നിന്ന് പറഞ്ഞു വിട്ടോ അവിടേക്ക് തന്നെ തിരിച്ചു വന്ന് വീണ് മുഴുവൻ നാശകോശമാക്കി. ഇനി വല്ല AK-47 മണ്ടയ്ക്കാണോ എന്തോ വീണത്. ജെഫിനെ ലോഡ് ചെയ്യടാ. നമ്പർ 10 ഫയർ ടർബൈൻ. ഗൈസ്, നിങ്ങൾ വിൻഡ് ടർബൈൻ കണ്ടിട്ടുണ്ടാകുമല്ലോ. നമ്മുടെ കാറ്റാടി തന്നെ കറണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സംഭവം. കാണുമ്പോഴൊരു ഫാൻ പോലെ ഇരിക്കുമെങ്കിലും നേരിട്ട് കണ്ടാൽ മാത്രമേ അതിന്റെ വലിപ്പം എത്രയാണെന്ന് അറിയുകയുള്ളൂ. ദേ ഇത് കണ്ടോ, അതുപോലുള്ള വിൻഡ് ടർബൈനുകൾ കത്തുന്ന ഒരു വീഡിയോ ആണിത്. നമ്മുടെ അടുത്തുള്ള തമിഴ്നാട്ടിൽ നടന്ന സംഭവമാണ്. ലീഫിൽ തീ കത്തി ഒരെണ്ണം ലാസ്റ്റ് ഊരിത്തെറിച്ച് പോകുന്നത് കാണാം. കാഴ്ച കാണാനായി ഇങ്ങനെയുള്ള മെഷീനുകളുടെ അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ഇങ്ങനത്തെ അപകടങ്ങളും ഉണ്ടാകാം എന്ന് നമ്മൾ മുൻകൂട്ടി ചിന്തിച്ച് തന്നെ നിൽക്കണം. കാരണം എപ്പോഴാണ് ഈ മെഷീന്റെ സ്വഭാവം മാറുന്നത് എന്നൊക്കെ നമ്മളെ കൊണ്ട് പ്രവചിക്കാൻ കഴിയില്ല. കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും അതുണ്ടാക്കി വെക്കുന്ന ആപത്ത് ചിലപ്പോ വളരെ വലുതായിരിക്കും. നമ്പർ 9 എസ്കലേറ്റർ ക്രാഷ്. കൗതുകത്തോടെ മോളിലൊക്കെ പോകുമ്പോൾ എസ്കലേറ്ററിൽ ഓടിക്കയറുന്ന പല ആളുകളുമുണ്ട്. അവർക്കൊക്കെ പേടി സ്വപ്നമാകാൻ ദേ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. സംഭവം അങ്ങ് ചൈനയിലാണ്. ഒരച്ഛനും മോനും മുകളിലെത്തി അവരതിൽ നിന്നും ഇറങ്ങിയതും ദേ ആ എക്സ്കവേറ്റർ മുഴുവൻ പൊളിഞ്ഞുപോയി. വലിയൊരു അപകടമാണ് അവിടെ ഒഴിവായത്. എന്തായാലും അവരുടെ ലക്ക് അപാരം തന്നെയല്ലേ. ഇങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിരുന്നോ? ഇനി എസ്കലേറ്റർ കാണുമ്പോൾ രണ്ടാമതൊന്ന് ചിന്തിച്ചിട്ടാകുമല്ലോ നിങ്ങൾ പോകുക. അനാവശ്യമായ ശബ്ദങ്ങളോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒന്നാണെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ കയറാതെ മാക്സിമം സ്റ്റെപ്പ് ഉപയോഗിച്ച് കയറുന്നതാകും നല്ലത്. നമ്പർ 8 ബാലൻസ് പോയ റോബോ. ബാലൻസ് നഷ്ടപ്പെട്ടാൽ ഏതാനയും വീഴും. എന്നാൽ ഇവിടെ വീണിട്ടില്ല. വീണിടത്ത് തന്നെ കിടന്നങ്ങ് കറങ്ങുക. ഇതൊരു ഹോവർബോർഡ് സ്കൂട്ടറാണ്. എന്നാൽ എന്തോ കാരണം കൊണ്ട് അതിന് കൺട്രോൾ നഷ്ടപ്പെട്ടു. പിന്നെ ഒരു കറക്കമാണ്. ഏതായാലും നമ്മുടെ പിള്ളേർ മീൻ പിടിക്കുന്ന പോലെ ഒരു തുണിയിട്ട് ഔട്ട് ഓഫ് കൺട്രോൾ ആയവനെ കൺട്രോൾ ചെയ്തു. സ്വിച്ച് ഓഫ് ആക്കി സൈഡിൽ ചാരി വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ചു നേരത്തേക്ക് എല്ലാവരെയും ഒന്ന് ചുറ്റിച്ചു. നമ്പർ 7 ട്രാക്ക് തെറ്റിയ ഭീമൻ. ഇവിടെ ബാലൻസ് അല്ല, ട്രാക്ക് തെറ്റിയ ഒരു കൊമ്പനാണ് വീണത്. വലിയ സ്പീഡൊന്നുമില്ല. എന്നാലും എന്തോ കാരണം കൊണ്ട് അവന്റെ കാലിടറി. സംഭവം ഗുഡ്സ് ട്രെയിനൊക്കെ ആണേലും ബാലൻസ് പോയാൽ ചിലപ്പോൾ മറിഞ്ഞെന്നൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ അടുത്ത് പോയി കളിക്കല്ലേ. ഗുഡ്സ് ട്രെയിൻ ആയതുകൊണ്ട് ആർക്കുമൊന്നും പറ്റിയില്ല. 6 മോൻ ഹാപ്പി അല്ലേ? ക്യാഷ് ഇടുമ്പോൾ സാധനം ഓട്ടോമാറ്റിക്കായി തരുന്ന മെഷീൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഇവനെ കണ്ടോ, ഇവൻ കുറച്ച് അഭിമാനമുള്ള കൂട്ടത്തില. ആ പ്രൗഢി കണ്ടില്ലേ? ആ കുപ്പിവെള്ളം ചോദിച്ചവന് വെള്ളവും കൊടുത്തു. പോകുന്ന വഴിക്ക് സ്നാക്സ് കഴിക്കാനുള്ള ചില്ലറയും എറിഞ്ഞു കൊടുത്തു. എജ്ജാതി ആറ്റിറ്റ്യൂഡുള്ള ഒരു മെഷീൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു പൈസ കിട്ടിയാൽ നിങ്ങൾ എടുക്കുമോ? കമന്റിൽ പറയണേ. നമ്പർ 5 കൗതുകം ലേശം കൂടുതല. കൈയടിക്കടാ. ഒരു ലിഫ്റ്റിനെ കൊണ്ടൊക്കെ കൈയടിപ്പിക്കാൻ ഈ സേച്ചിയെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി എന്ത് കഴിവാണോ എന്തോ കാണിച്ചത്. എന്തായാലും ലിഫ്റ്റ് മതി മറന്നങ്ങ് കൈയടിക്കുന്നുണ്ട്. ഈ ടൈമിലെങ്ങാനും അതിനിടയിൽ പെട്ടാലുള്ള അവസ്ഥയുണ്ടല്ലോ, പീസാക്കി കളയും. ഇതിപ്പോ വിശ്വസിച്ച് ഒന്നിലും കയറാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലിഫ്റ്റിൽ കയറാൻ നേരം ഇങ്ങനെ ആ ലിഫ്റ്റ് ഒരു കംപ്ലൈന്റ് വന്ന് നമ്മൾ അതിനുള്ളിൽ പെട്ടുപോകുന്നത്. ഓർക്കാൻ കൂടി വയ്യ. ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ ഒരു ഹെൽപ്പ് പുറത്തു നിന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള പ്രിക്കോഷനുകൾ എടുത്തുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ ശ്രമിക്കുക. കാരണം അതിന്റെ ഫോഴ്സ് കണ്ടോ, എന്ത് വേഗത്തിലാ അത് തുറന്നടിക്കുന്നത്. ഒരാളുടെ എല്ലൊക്കെ പൊളിഞ്ഞു പോകാനുള്ള അത്രയും പവർ അതിനുണ്ട്. നമ്പർ 4 ചെറിയ വലിയ അപകടം. ഉത്സവത്തിനൊക്കെ എല്ലാവരും ഓടിച്ചാടി കയറുന്ന ഒരു ചെറിയ വലിയ അഡ്വഞ്ചർ ഐറ്റം ഇല്ലേ, ആ ജയന്റ് വീല് തന്നെ. ഇതെല്ലാം ടെമ്പററി ആയിട്ടാണ് ഫിക്സ് ചെയ്യാറ്. അപ്പോൾ കൃത്യമായി കുട്ടിയോജിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇങ്ങനെ വന്ന് താഴെ വീണ് ചമ്മന്തി ആവേണ്ടി വരും. ഇനിയിപ്പോൾ ഭാഗ്യത്തിന് ആരും തന്നെ ഇല്ല. പക്ഷെ കയറാൻ നേരം എല്ലാം ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം കയറുകയാണെങ്കിൽ അപകടം സംഭവിക്കാതെയൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. ബാക്കിയൊക്കെ നമ്മുടെ വിധി. നമ്പർ 3 ഞാൻ എങ്ങോട്ട് നീങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇപ്പോ വരുന്ന കൂടിയ വണ്ടികളിലൊക്കെ കൊണ്ടുവന്ന ഒരു ഫീച്ചറാണല്ലോ ഈ സെൽഫ് പാർക്കിംഗ്. എന്നാൽ ഈ കാറ് അതെടുത്തത് എസ്കേപ്പ് ആകാനുള്ള ഒരു നല്ല അവസരമായിട്ടാണ്. എന്തോ പുള്ളിക്ക് ആ വീട് ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഓണർ പറഞ്ഞത് അനുസരിക്കുന്നത് പോലെ നിന്നു. എന്നിട്ട് തോന്നിയ പോലെ ഇറങ്ങി ഒറ്റ പോക്ക. എങ്ങോട്ടാണോ എന്തോ.
ചിലപ്പോ നല്ല വല്ല സ്ഥലവും നോക്കി പോകുകയായിരിക്കും. ഓട്ടോമാറ്റിക് വണ്ടികളിൽ ഇങ്ങനെയൊരു പിഴവ് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചോ. നമ്പർ 2, ഇനി സ്വല്പം തീയാകാം. തണുക്കാൻ വേണ്ടിയായിട്ടാണ് ഒരു AC വാങ്ങി ഫിറ്റ് ചെയ്തത്. എന്നാൽ അവിടുത്തെ ചൂട് കാരണം ആ AC തന്നെ കത്തിപ്പോയി. എന്താ ചെയ്യുക അല്ലേ? സംഭവം വയറിംഗ് ചെയ്തവൻ വയറിങ്ങിനെ പറ്റി പഠിപ്പിച്ച ക്ലാസ് കട്ട് ചെയ്ത ആരോ ആണ്. അതിന്റെ ഇഷ്യൂയിലാണ് AC കത്തിയത്. എന്തായാലും അവിടുത്തെ ആളുകൾ കൃത്യം ടൈമിൽ വെള്ളമൊഴിച്ച് തീ അണച്ചു. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇലക്ട്രിക് കണക്ഷൻ കട്ട് ചെയ്തതിന് ശേഷം മാത്രം വെള്ളമൊഴിക്കുക, അല്ലെങ്കിൽ ഷോക്ക് അടിക്കും. 100% ഗ്യാരണ്ടി. നമ്പർ 1, ഓടറാ ഓട്ടം. എന്നെയാ? ഇന്നാ? തിങ്കളാഴ്ചയാ? വെള്ളിയാഴ്ച പിടിക്കാം എന്ന അവസ്ഥയായിപ്പോയി. കൺട്രോൾ പോയ ഒരു മെഷീൻ അതിന്റെ ജീവനും കൊണ്ട് ഓടുന്ന കാഴ്ചയാണിത്. എന്തായാലും ലാസ്റ്റ് പിടിച്ചു കെട്ടുന്നുണ്ട്. എന്നാലും ഈ മെഷീനുകൾക്കൊക്കെ എന്ത് പറ്റി? തക്കം കിട്ടിയാൽ ഇറങ്ങി ഓടിക്കളയും. ഷെടാ, ഈ മനുഷ്യന്മാർ അത്രയ്ക്ക് ക്രൂരന്മാരാണോ? മെഷീനുകൾ എത്രത്തോളം അപകടകാരികളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ വീഡിയോ എടുക്കുമ്പോൾ ആർക്കും യാതൊരുവിധ ഹാമും ഉണ്ടായിട്ടില്ല. മെഷീനിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടാവാനുള്ള ഒരു വീഡിയോ കൂടിയാണിത്. ഒന്നിനെ നിസ്സാരമായി കാണരുത്. പ്രത്യേകിച്ച് മെഷീനുകളോട് കളിക്കുമ്പോൾ സേഫ്റ്റി നോക്കി നിൽക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു ഗൈസ്.